ഒരാളൊരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ അത് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമുണ്ട്. നമ്മുടെ ചാനലല്ലോ, നിന്റെ അല്ലല്ലോ. ആ ട്രെൻഡ് പറയാൻ വേണ്ടല്ലേ? കണ്ടോ അതിന് നീ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. തുടിക്കെ അത് ഏ ആണോ? നെഞ്ചടിച്ച് വീണില്ല എന്നൊരു പരാതിയുള്ളൂ അല്ലേ ആ വീഡിയോയില്? നീ എവിടേക്കൊന്ന് ഉറച്ചു നിൽക്കുവോ? കിട്ടുമെന്ന് വിചാരിച്ചാ കിട്ടിയില്ലല്ലേ? അല്ല ഇത് ആരാണെന്ന് അജിന്റെ ചില നോട്ടങ്ങളൊക്കെ ഭയങ്കര എനിക്ക് വീഡിയോ കാണുമ്പോ പുള്ളി പറയേണ്ട കാര്യമില്ല, പുള്ളി ഒരു സ്ട്രേഞ്ച് നോട്ടം മതി. ഇപ്പൊ ഇത് കണ്ടില്ലേ? കാത്തിരിക്കുക എടുത്ത ആയുധം ആ സമയത്താണ്. നീ എവിടുന്ന് വന്ന? അതാണ് ഇന്ന് 4 പേര് മെസ്സേജ് അയക്കും ചേട്ടാ കൊടുത്തിവിടുന്ന ആ സ്വഭാവം ഇപ്പൊ ഇല്ലടാ. മറ്റേ ഇതാ പ്രശ്നമാക്കത്തെ അതാ ആൾക്കാർ അറിയുന്നുണ്ടെന്നാണ് സിനിമയിലൂടെ കിട്ടിയെന്ന്. ആദ്യം അവർക്ക് മനസ്സിലായില്ല, ആദ്യം വിചാരിച്ച് അറിയാവുന്നവരായിരിക്കും വിചാരിച്ചു. നമ്മളെ 4 ഒരാൾക്ക് ആ കഥ കിട്ടണം. 5 ദിവസം തീരുന്നവരെ ഞങ്ങൾ അടുത്ത് വന്നിട്ടില്ല. ഫൈറ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കി സീൻ എടുക്കാൻ. നമ്മൾ വേണ്ട ജീവനോട് ജനിക്കുന്നതിന്റെ നീ എല്ലാ ഡയലോഗ് എഴുതുന്നെന്ന് മനസ്സിലായി. അതില്ലാതെ പോയൊരു പടം ആടിന് കാര്യം വൻ പരാജയമായിരുന്നു. ഷാജി ഏട്ടാ ഇവിടെ ഞാൻ ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടില്ല. കൂട്ടുകാരനായി അവസാനം സിനിമ ഇല്ലാത്തൊരവസ്ഥ എത്തി. ഇതൊക്കെ നമുക്ക് മനസ്സിൽ തട്ടിയത് ആ ഇമോഷനാണ്. തമാശക്ക് മാറി ആ മകനെ എന്നുള്ള പാട്ട് വന്നപ്പോഴാണ്. അതെല്ലാവരുടെയും ജീവിതത്തിൽ ആ കാലഘട്ടം, ആ പ്രായം, പിന്നൊരു തിരിച്ചറിവുകൾ, പിന്നെ ഒരു ഒറ്റപ്പെടലുകൾ, പിന്നെയാണല്ലോ ജീവിതം എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് തുടങ്ങുന്നത്. ഒരു റൊമാൻറ്റിക് വരണ്ടടാ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 7 പേരാണെന്നുള്ളത്. ഒരു വലിയ ടീം. എന്താ വാഴ 2 എന്ന് പറയുമ്പോൾ ഇതെല്ലാ ടീമുണ്ട്, ഇതിൻ്റെ ഇരട്ടി ടീമുണ്ട്. പക്ഷേ നമ്മളിവിടെ സ്ഥലക്കുറവുകൊണ്ട് ഇത്രയും പേര് എടുത്ത് 7 പേർക്ക് സ്വാഗതം. ഒരു മുഖത്തൊരു എന്താണ് ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക ആച്ചു എന്താണ് ഒരു പലതരം ഇമോഷൻസ് ഉണ്ടോ? അതിലേതാ ഇപ്പൊ എടുത്തത്? ഇപ്പൊ മുകളിലേക്ക് എടുത്ത ഏത് ഇമോഷൻ? ആത്മനിർവൃതിയാണ്. ഇപ്പൊ എടുക്കുന്നോ? ഇത് നാണം. ഇതോ നാണം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞല്ലോ. റീടേക്ക് വിളിക്കാറുണ്ടല്ലോ, അവന്റെ ആ ഒരു നാണമൊന്നും ഇല്ല. അപ്പൊ അതെ അങ്ങനെ റീടേക്ക് വിളിക്കാൻ നാണത്തിന് അതിന്റെ അപ്പൊ നമ്മൾ അന്ന് ആ സമയത്ത് നമ്മുടെ ആണ്, ഇവിടെ ഇരിക്കുമ്പോ ഇവരുടെയാണ്. നമ്മളൊന്നും ഇരിക്കുന്നു മാത്രമല്ലേ. ഹാപ്പി അല്ലേ? അതൊന്നും ഉഷാറാകുന്നില്ല. ഉണ്ടോ? അതിന്റെ ഒക്കെ ഒരു ആലോചനയിലാണല്ലേ. എന്തായാലും വാഴ 2 വാഴ 1-നേക്കാളും സൂപ്പർ ഹിറ്റ് ആവും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അത്രയും പ്രഷർ ഏറ്റെടുത്ത സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷനൊക്കെ? നല്ലതായിരുന്നു. എല്ലാവരും വളരെ അടിപൊളി ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതിലേറ്റവും ഈ ഇരിക്കണതിൽ ഏറ്റവും പ്രശ്നക്കാരൻ ആരായിരുന്നു? എല്ലാരും പ്രശ്നക്കാരാണ്. എല്ലാവരും അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ പറഞ്ഞപ്പോൾ ഇതെല്ലാവരും പ്രശ്നക്കാരാണെന്ന് എനിക്ക് ചോദിക്കണമല്ലോ. നമ്മൾ ആ ഫസ്റ്റ് കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു പോയതാണ്. പക്ഷേ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എത്രമാത്രം പ്രഷർ ഏറ്റെടുത്ത സിനിമയാണ്. സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. ഇനി എങ്ങനെയാണ് ഈ കഥ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ എത്തിക്കും എന്നുള്ളൊരു അതെങ്ങനെയായിരുന്നു മുന്നോട്ട് പോയി നിങ്ങൾ രണ്ടുപേരും കൂടി? ശരിക്കും വിഭിജൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് എഴുത്ത് ടൈം തന്നെ കുറേ ടൈം എടുത്തിട്ടൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു ഡ്രാഫ്റ്റിലേക്ക് എത്തിയത് തന്നെ. എനിക്കും പിന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ആദ്യം ടൈമിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ എന്താവും എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്തായാലും ഷൂട്ട് തുടങ്ങുമ്പോൾ എല്ലാം മാറി അങ്ങോട്ട് തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം തന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ പോലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്കങ്ങനെ വലിയ ടെൻഷൻ പരിപാടികളൊന്നും പ്രശ്നം തോന്നിയിട്ടില്ല. ഒരു സിനിമ എന്നത് പറഞ്ഞാൽ ഭയങ്കര ബാലൻസ് ചെയ്യേണ്ട കാലഘട്ടമാണ് ഇപ്പം അല്ലേ. നമ്മളൊരു ഓരോ പാർട്ടുകൾ ഇറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം ആട് 3 വരുന്നു, ദൃശ്യം 3 വരുന്നു, ഇങ്ങനെ
കാലഘട്ടം ഭരതനാട്യം, മോഹിനിയാട്ടം ഇങ്ങനെ വരുന്നു, എല്ലാം സെക്കൻഡ് പാർട്ടുകൾ വരുന്നതുകൊണ്ട് സമയമാണ്. അത് നമുക്ക് എത്രമാത്രം പ്രേക്ഷകർക്ക് കൊടുത്താലായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ള ഒരു ആദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ? അങ്ങനെ ഈ വാഴ സെക്കൻഡ് എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റിനേക്കാൾ ഒരു പടി മുന്നോട്ട് ചെയ്യണം. അതിലേത് എലമെൻ്റ് ആയിരിക്കും ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടതെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പം ഇത് അതിൻ്റെ അതേ പാറ്റേണിലൊക്കെ പോകുന്ന ഒരു സിനിമ, ഒരുപാട് വലിയ പുതുമകളോ പരിപാടികളോ അങ്ങനെയൊന്നും നോക്കണ്ട. വാഴ എന്താണോ അങ്ങനത്തെയൊക്കെ ഒരു പരിപാടികളൊക്കെ തന്നെ. പിന്നെ അതിലില്ലാത്തത് എന്താണെന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് അപ്പം കണ്ടാൽ പോലെ. എനിക്കപ്പോൾ കണ്ടാൽ എനിക്കപ്പോൾ കണ്ടാൽ മതി, ഞാനത് കാണാൻ വേണ്ടി ആയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു പാർട്ടുകൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാകുമെന്നും കൂടെ പ്രതീക്ഷിക്കാം. അപ്പൊ കണ്ടിട്ട് തീരുമാനിച്ചാൽ പോരെ? മതി, ധാരാളം. ഇപ്പൊ തീരുമാനിക്കണ്ട, ഇപ്പൊ പറയല്ലോ. എന്തായാലും ഇത് കഴിയട്ടെ, അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അപ്പൊ കണ്ട് ഞാൻ തീരുമാനിച്ചാൽ പോരെ? വെരി ഗുഡ്. ഓക്കെ, അജു ഉദ്ദേശമാണല്ലോ അജു, ഞാൻ തോറ്റു വെച്ചു കേട്ടോ. നിങ്ങളോ? ഞാൻ വിശ്വസിക്കണോ? അല്ല, അജു ഈ പറഞ്ഞ പോലെ പല പല സിനിമകൾ വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വീണ്ടും വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ലൊക്കേഷൻ വൈബ്? ഞാൻ കുറച്ച് ദിവസം ഉള്ളായിരുന്നുള്ളൂ ഏട്ടാ. ഞാൻ വളരെ സന്തോഷത്തോടെ ജോയിൻ ചെയ്തൊരു സെറ്റാണ്. വണ്ണിൻ്റെ ഇമ്പാക്റ്റ് കാരണമായിരിക്കും അത്. വണ്ണുണ്ടാക്കിയൊരു ഇമ്പാക്റ്റിൽ ആ സിനിമയുടെ രണ്ടാം ഭാഗം, അതേപോലത്തെ ഒരുപാട് ബില്യൺ ബോയ്സിൻ്റെ കഥയാണല്ലോ വാഴ സീരീസിലൂടെ വിപിൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാ തലമുറയ്ക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വാഴ 1 പോലത്തെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ പുതിയൊരു കഥയാണ്, പുതിയൊരു ജീവിതം, പുതിയൊരു കഥ, പുതിയൊരു അന്തരീക്ഷമാണ്. അവിടെ ഒരു സ്കൂൾ പരിസരത്ത് വരുന്ന മാഷാണ് എൻ്റെ വേഷം. വളരെ രസകരമായ ഒരു 3-4-5 ദിവസം ഷൂട്ടാണ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ സവനാണെങ്കിലും ഇവരെല്ലാവരും ടീം, ഇവരോടൊപ്പം വിജയേട്ടനും സുബീഷേട്ടനും, പിന്നെ എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ നമ്മളൊക്കെ തന്നെ ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവരുടെയൊക്കെ വീഡിയോസ് കൊണ്ട് നമ്മൾ ഒരുപാട് ഇവരെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവരെ നേരിട്ട് കണ്ട്. അപ്പം ഇവരും നമ്മളോട് ഒരു ഇൻട്രാക്ഷൻ, ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് നമ്മളെ സ്ക്രീനിൽ കണ്ടറിയാം, നമുക്ക് ഇവരെ സ്ക്രീനിൽ കണ്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു പരിചയപ്പെടലിനുള്ള സമയമൊന്നും എടുത്തില്ല. ഒരു മിഡ് വേ ഓപ്പണിംഗ് പോലെ ആയിരുന്നു. ഇവരിൽ നിന്ന് വീഡിയോ കണ്ടതാന്ന് പറഞ്ഞല്ലോ. ഇപ്പം അതിനുശേഷമാണ് ഈ അജു കുറെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയത്. തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഈ കണ്ടന്റ് ഇടുന്നതിൻ്റെ ധൈര്യമൊക്കെ ഇതുകൊണ്ടൊക്കെ വരും. ഇതൊക്കെ കണ്ടായിരിക്കും നമുക്കും ആ ഒരു താല്പര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടിയത്. കറക്റ്റ്. അത് ഈ പുതിയ ഇപ്പോഴത്തെ ജെൻസി ഈ വീഡിയോ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഇവരെ പോലെ ഒരുപാട് പേര്, അവരുടെയൊക്കെ കണ്ടന്റൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ നോക്കിയല്ല, ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന രീതിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചെയ്യും. പക്ഷെ അതിന് കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റ് വേണം. അത് ഇവർ വഴിയാണല്ലോ ഇപ്പോഴത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ, ആ ട്രെൻഡ് പറയാൻ വേണ്ടല്ലേ? വേണ്ട തുടിക്കെ വേണ്ടല്ലേ? ഇല്ല, അതൊക്കെ ഇപ്പൊ ഓരോ ട്രെൻഡുകളുണ്ട്. അതൊന്നും പ്രശ്നം ഉണ്ടാവല്ലോ. വേണ്ട, അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കണ്ടില്ല. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ല? പറയില്ലേ, അത് ഏ ആണോ? അങ്ങനെ ആയിരിക്കും. അത് നമുക്കറിയേണ്ടത് അവിടെ മനസ്സിലായ പ്രായം എത്രയായി, തലമുറകളായിട്ട്. ഞാനിവിടെ റീൽസ് കാണാറുണ്ട്. ഇത് പുതിയ റീലിനെ പറ്റിയുള്ള പറഞ്ഞു. പുതിയതാ? അതെ, ഇപ്പൊ മൊബൈലിലുണ്ടോ? സുധീഷേട്ടന്റെ മകൻ വഴിയാണ് സുധീഷേട്ടൻ ഇവരുടെ ടീമായിട്ട് ഉള്ള ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. പുള്ളിയുടെ മകൻ നേരിട്ടല്ല, പിന്നെ ഫോണിലൂടെ. കാരണം എന്റെ മകൻ ഇവരുടെ സ്ഥിരം വ്യൂവറാണ്. എല്ലാവരും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആൾ ചെയ്തിട്ടുണ്ടെന്നും ഇവരൊക്കെ സ്റ്റാറുകളാണെന്നും അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത്. ഒരുപാട് കാലം മുമ്പ് ഫേമസ് ആയ ആൾക്കാരാണ്. പിന്നെ അവരുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങി. ഇതിപ്പോ എത്രാമത്തെ തലമുറയിലാണ് ഇപ്പൊ നിൽക്കുന്നത്? കൂട്ടുകാരനായിട്ടാണോ? കൂട്ടുകാരനോ, അപ്പനോ, അമ്മായിയപ്പനോ, അപ്പൂപ്പനോ എന്തായിട്ടാണ് ഇതിനകത്ത്? ഇതിനകത്ത് അപ്പനാണ്. അപ്പനോ? ഇനിയിപ്പോ കൂട്ടുകാരനാക്കാൻ പറ്റൂല, ലിമിറ്റില്ലേ ഇതിനൊക്കെ, പരിധിയില്ലേ? സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അപ്പനാവുക, അമ്മാവനാവുക തുടങ്ങിയ പരിപാടികളാണ്. പക്ഷേ എന്താ അറിയോ, ഈ കൂട്ടുകാരനായി അവസാനം സിനിമ ഇല്ലാത്തൊരവസ്ഥ എത്തി. അപ്പൊ പിന്നെ മനസ്സിൽ ഇനി കൂട്ടുകാരനായ ശരിയാവില്ല. കാരണം അത്രയും കൂട്ടുകാരൻ വേഷങ്ങൾ കുറെ ചെയ്തല്ലോ.
അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പുതിയ ട്രെൻഡും പുതിയ ആളുകൾ ഒരുപാട് വന്നു. ചെറുപ്പക്കാർ ഇപ്പോൾ ടോവിനോ പോലത്തെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ബേസിൽ അങ്ങനെ കുറെ പേരൊക്കെ വന്നു. അപ്പൊ ഒരു സിനിമ കിട്ടിയപ്പോഴാണ് നമ്മൾ കുറച്ച് പ്രായമുള്ള കഥാപാത്രത്തിലേക്ക് കയറിയത്. തീവണ്ടി എന്നുള്ള സിനിമ വന്നപ്പോൾ. അതെ അതെ അതെ. അപ്പൊ അതിനുശേഷം പതുക്കെ കൂട്ടുകാരിൽ നിന്ന് മാറി കഥാപാത്രങ്ങളായിട്ട്. സുധീഷ് കൂട്ടുകാരന്മാരായിട്ട് ചെയ്യാത്ത ഏതെങ്കിലും ആക്ടർ ഉണ്ടോ ഇപ്പോഴത്തെ കാലഘട്ടം പഴയ കാലഘട്ടം നോക്കും? കൂട്ടുകാരനായിട്ട് ചെയ്യാത്തെന്ന് പറയുകയാണെങ്കിൽ ചെയ്യാത്ത ചെയ്തേക്കുന്നത് ഇപ്പൊ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ചെയ്യാത്തത് മമ്മൂക്കി ലാലേട്ടൻ കൂട്ടുകാരനായിട്ട് പറയാൻ പറ്റില്ല. അല്ല അല്ല അതൊക്കെ അതൊക്കെ അത് പറ്റില്ലല്ലോ. സുരേഷ് ചേട്ടനൊക്കെ അതല്ലാതെ ചാക്കോച്ചന്റെ സമയം തൊട്ടിട്ടാണെങ്കിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാല് ഒരു ഇല്ലെന്ന് പറയാം. അപ്പൊ ഈ വാഴ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും മിക്കവാറും എന്താ പറയാ പുതുമുഖങ്ങൾ നായകന്മാരായിട്ട് വരുന്ന സിനിമയിൽ എങ്ങനെയെങ്കിലും കറങ്ങിത്തിരി ഞാൻ ഒരു വേഷം അതിനകത്ത് ഉണ്ടാവും. പുതിയ ആൾക്കാർ പിന്നീട് അവൾ സ്റ്റാറുകളായിട്ട് പോകും. അപ്പൊ വാഴ കണ്ടപ്പോ എനിക്കൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാഴ 1 കണ്ടപ്പോ അതിൽ ഞാൻ ലില്ലോ എന്നുള്ള കാര്യം. കാരണം അതിഗംഭീര സിനിമയായിരുന്നു വാഴ. അതായത് എന്താ പറയുക വെറുതെ ഒരു തമാശക്കളി മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അതിന്റെ സങ്കടവും വിഷമൊക്കെ വാഴ 2 വന്നപ്പോൾ വാഴ 2 വിളിച്ചപ്പോൾ വളരെ സന്തോഷമായി. ഒരു ഭാഗ്യം പോലെ തോന്നുക ഇതിൽ അഭിനയിക്കാൻ പറ്റിയത്. ഈ മോൻ വഴി എന്ന് പറഞ്ഞില്ല ഇവരൊക്കെ പറഞ്ഞു, റീൽസ് ഒക്കെ ഉണ്ട്, ഇവരുടെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്താണ് പറഞ്ഞത് അവരോ? മോന് കാണുന്നതിന് ചിരിച്ചോണ്ടിരിക്കും വീഡിയോ കണ്ടിട്ട്. എന്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഞാൻ വാഴ 1 റിലീസായ ശേഷമാണ് ഇവരെ കുറിച്ച് അറിയുന്നത്. അതിന് മുമ്പേ ഉണ്ടല്ലോ പിന്നെ അതിന് മുമ്പേ ഉണ്ട്. വാഴ 1 റിലീസായ ശേഷമാണ് ഇങ്ങനെ ആൾക്കാരുണ്ടെന്നും 3 ഫോളോവേഴ്സ് ഉള്ള ആളുകളാണെന്ന് അറിയുന്നത്. അപ്പോഴാണ് ഈ മകൻ പറയുന്നത് അച്ഛനും ഒരു അറിയില്ലേ കാര്യങ്ങളായി എന്നുള്ളതാണ്. അപ്പൊ അവരാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു. ഇവരുടെ കൂടെയാണ് അച്ഛൻ അന്നേ മറ്റേ യങ് വൈബുള്ള ടീമാന്നുള്ള അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ വാഴ ഫസ്റ്റ് ഇറങ്ങിയപ്പം ജോണി ആന്റണി ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞൊരു കാര്യം, അത് ഭയങ്കരമായിട്ട് എനിക്ക് വൈറലായ ഒരു സാധനമുണ്ട്. ഞാൻ സൈഡിലൂടെ അച്ഛൻ വേഷം ചെയ്തുകൊണ്ട് ഈ വാഴ വന്നിട്ട് ഒരു ലോഡ് അച്ഛന്മാരങ്ങ് ഇറക്കി വന്നു. ജോണി ചേട്ടൻ പറഞ്ഞ ഡയലോഗാണ്. ഞാൻ സൈഡിലൂടെ അച്ഛൻ ചെയ്ത് ഒരു ലോഡ് അച്ഛന്മാരിറക്കി ആ സിനിമയിൽ, എനിക്ക് അച്ഛൻ വേഷം ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഒരു സംഭവം വാഴ വന്നു. ഒരു ലോഡ് അച്ഛന്മാർ ശരിയല്ലേ? എത്ര അച്ഛന്മാരായിരുന്നു അതിനകത്ത്? ഇതിലെങ്ങനെ ചെറിയ ഡിവിഷൻ വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് അധ്യാപകർ കയറ്റിയിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരി ഒരു ഭോജനം എനിക്കും വേണം, അതുകൊണ്ട് അങ്ങനെ കയറിയതാണേ. ശരിയല്ലേ പറഞ്ഞ? അന്ന് ഒത്തിരി അച്ഛന്മാരുണ്ടായിരുന്നു. ഇതിലെങ്ങനെ അച്ഛന്മാരുടെ ഒരു അച്ഛന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പുതിയതായിട്ട് മാഷന്മാരും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയേട്ടനുണ്ട്, അൽഫോൺസ് പുത്രൻ പോലീസാണ്. കാണിച്ചിട്ടുണ്ട്. ഞാനത് ചോദിക്കാൻ പോകുന്നതാ കാണിച്ചാ, പിന്നെ എന്തിനാ അത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, അതൊക്കെ കാണിച്ചാണ്. ബിച്ചേട്ടന്റെ സീൻ കാണുമ്പോൾ നമ്മള് പണ്ടൊരു വിഷുവിന് ഒരു പടക്കം പൊട്ടിക്കുന്ന സാധനമാണ് കാണിച്ചിരിക്കുന്നത്. പാട്ട് സീനിൽ കാണിച്ചിട്ടുണ്ട്. അതേ സെയിം പാറ്റ പിടിച്ച അതേ മുണ്ടൊക്കെ പിടിച്ചാണ്. അച്ഛനല്ലേ? ബിജുക്കുട്ടൻ അച്ഛനായിട്ടാ? നെഞ്ചടിച്ച് വീണില്ല എന്നൊരു പരാതിയുള്ളൂ. അതെ ബിജുക്കുട്ടനാ. ആദ്യത്തെ വീഴ്ച കാലൊക്കെ മുറിഞ്ഞായിരുന്നു. പിന്നെ നമുക്കും പേടിയായി. അച്ഛനെ ഈ സിനിമ ഷൂട്ട് തീർന്നവിടെ കൊണ്ടുപോകണമല്ലോ അല്ലേ? പിന്നെ പച്ചപ്പുള്ളിയുടെ ഒറിജിനലാണ്. അച്ഛൻ വീണപ്പോ എന്ത് പറഞ്ഞു? അച്ഛന്റെ വീഴ്ച കണ്ടിട്ട് ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ പിന്നെ കണ്ടാസ്വദിച്ചത് കണ്ടത്. ആ വീഡിയോ ആയിട്ട് മാച്ചിങ് ആയിരുന്നു. മാച്ചിങ് ആയിരുന്നല്ലോ. ഓ ഭയങ്കര ദ്രോഹമായിട്ടേ പറയണ. വീഡിയോ ആയിട്ട് ഭയങ്കര മാച്ചിങ് ആണ്. ബിജുക്കുട്ടനുണ്ടെങ്കിൽ ഒരുപാട് രസം പറഞ്ഞെങ്കിലും ഇവര് വളരെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികളാണ്. അല്ല എനിക്ക് ഇത് ഒന്ന് ഇടയ്ക്കൊന്നും ഇറങ്ങണില്ല. ഇവരൊന്നും ഇതിന് നീ അങ്ങനെ അല്ല നീ അങ്ങനെ അല്ല എന്നൊക്കെ എനിക്ക് ഇങ്ങനെ സൈലന്റ് ആയി പോണ എന്താണ് നിങ്ങൾ? ഞാൻ സസ്പെൻസ് ഔട്ട് ആക്കല്ലോ. അതായത് നമ്മൾ അതിലൊരു വീഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? അതിന് പിന്നിൽ വേറെ ചില പരിപാടികളുണ്ട് ഇല്ലേ? ഉണ്ടോ? നമ്മൾ തമാശ രൂപേണ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ചിലപ്പോ തോന്നുന്നു ആ ഒരു സാധനം എടുത്തിട്ട് ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യത. അതെ അതെ അതെ. പക്ഷെ അല്ല, അതിന് മാത്രമായിരിക്കുമല്ലോ കൊണ്ടുവന്നത്. നമ്മൾ ഇങ്ങനെ ഊഹിച്ചു പോകുന്നുണ്ട്. വാഴയുടെ ഒരു ബ്യൂട്ടി മണ്ണിന്റെ സുരേഷ് പറഞ്ഞ തമാശയ്ക്കപ്പുറം ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു, ഹ്യൂമൻ ഇമോഷൻ ഉണ്ടായിരുന്നു ഭയങ്കരമായി. അച്ഛൻ മകൻ
മിക്ക അച്ഛൻ മകൻ തന്നെയായിരുന്നു അല്ലേ? അതെ 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 അതെ. സിജുവിന്റെ ആണെങ്കിലും അസീസേട്ടന്റെ ആണെങ്കിലും കോട്ടയം നസീറിന്റെ ആണെങ്കിലും നസീർക്കയുടെയും അമിത്തിന്റെ ആണെങ്കിലും പിന്നെ നമ്മളുടെ തൂങ്ങി നിൽക്കുന്ന ജിബിൻ ചേട്ടന്റെയും മകന്റെ ആണെങ്കിലും ജഗദീഷ് ചേട്ടന്റെയും സാഫിന്റെയും ഇതൊക്കെ നമുക്ക് മനസ്സിൽ തട്ടിയത് ആ ഇമോഷനിലാണ്. അതെ അതെ നമ്മ ചെക്കമാറി ആ മകനെ എന്നുള്ള പാട്ട് വന്നപ്പോഴാണ്. അപ്പൊ ഇതേ ഫോർമാറ്റിൽ ഒരു ഇമോഷൻ ഇതിലുണ്ട് അണ്ടർലൈൻ. ഇതിലുണ്ടല്ലേ? പിന്നെ അതെല്ലാവരുടെയും ജീവിതത്തിൽ ആ കാലഘട്ടം, ആ പ്രായം, പിന്നെ ഒരു തിരിച്ചറിവുകൾ, പിന്നെ ഒരു ഒറ്റപ്പെടലുകൾ, പിന്നെയാണല്ലോ ജീവിതം എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് തുടങ്ങുന്നത്. ഒരു ഫോക്കസ് ഔട്ടിൽ നിന്ന് ഫോക്കസിലോട്ട് ജീവിതം വരണമല്ലോ ഒരു പ്രായം. ഉറപ്പായിട്ടും. അതാണ് വാഴയുടെ കഥ. എല്ലാ വാഴയുടെയും എനിക്കൊന്നും ഒരു ഫോർമാറ്റ് അതായിരിക്കും. ഈ ഒരേ ലൊക്കേഷനിൽ ഇവിടെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ റീല് ചെയ്യുന്ന പോലെ, അതെ, റീല് ചെയ്യുന്ന പോലെ ഒന്നും അല്ല, നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ ലൊക്കേഷൻ അനുഭവങ്ങൾ. അവിടെ ഉണ്ട് ഒരു രസകരമായ അനുഭവ മുഹൂർത്തം എന്തായിരിക്കും ഈ നിങ്ങളെല്ലാവരും ഇരിക്കും? രസകരമായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരും തമ്മിൽ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ടേ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ചീത്തോളിച്ചിട്ടുള്ള വ്യക്തിയായ ഡയറക്ടർ. ഡയറക്ടർ നൂറ്റില് സുധീഷ് മൊത്തേക്കൊക്കെ അവിടെ ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിച്ചു അവിടെ ഇട്ട് കൊടുക്കുക. ഒരു ഇമോഷണൽ കണക്ട്, ഒരു ബോണ്ടൊക്കെ ഉള്ളതുകൊണ്ടേ ഞങ്ങൾക്ക് ഒരു സീൻ വരുമ്പോൾ ഞങ്ങൾ മാക്സിമം അത് ചിരിക്കാതെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒക്കെ നിൽക്കുമ്പോൾ ചിരി കടിച്ചു പിടിച്ചായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് മൈക്ക് എടുത്ത് അപ്പോഴേ തെറിവിളി തുടങ്ങി, അത് വഴക്കുറഞ്ഞു തുടങ്ങും. അങ്ങനെ അതൊക്കെയാണ് രസകരമായിട്ടുള്ള. അത് ഭയങ്കര രസമല്ലേ നിങ്ങൾക്ക് ചീത്ത പറയുമ്പോ? അത് കേട്ടൊന്ന് സന്തോഷിക്കണം. അതായത് പക്ഷെ വേറെ കാര്യമില്ലേ, ഞങ്ങളൊക്കെ വരുമ്പോ സബീൻ വെറും പാവാട്ടോ. ഇവര് ചീത്ത പറയുന്നുണ്ടാവും. എനിക്കങ്ങനെ പറയുന്ന ആ ഒരു സബീൻ ഇരിക്കണ കേട്ടോ, നിന്നെയാണോളാ ഞാൻ എടുക്കണതാ, ഇരിക്കുന്നുണ്ടായിരുന്നോ? വല്ലാത്ത ഇരിപ്പായിരുന്നു കേട്ടോ. അങ്ങനല്ലേ കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളില്ലേ? ഒരു കൂട്ടുകാരനാണ് അവിടെ അഭിനയിക്കുന്നെങ്കിൽ ഞാനാണ് ഡയറക്ടറിങ് എങ്ങനെ പറയും? ആ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളും. അല്ല, സിനിമയ്ക്ക് വേണ്ടിയാണ്, നമുക്കറിയാലോ. സുധീഷേട്ടൻ പറഞ്ഞത് ഈ സുധീഷേട്ടനോ അല്ലെങ്കിൽ വിജയനോ നമ്മളോടൊപ്പം സബിൻ സൈലന്റ് ആണ്. അങ്ങനെ ഡയറക്ടർ അവിടെ ഉണ്ടോന്ന് പോലും സംശയം. ഏതാന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമ്മള് അല്ലെ, നമുക്ക് ചിലപ്പോ ആദ്യത്തെ ആയിരിക്കും സൂട്ടെങ്കിലും വൺമോർ നമ്മൾ പറയാമെന്നുള്ളതാണ്. സബിന്റെ ഏറ്റവും വലിയൊരു ടെൻഷനും ഈ വാഴ 1 എന്നുള്ളൊരു പ്രഷർ അയാളുടെ ഭാഗത്തുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഞാനും ഈ വാഴ 2 കണ്ടതിന് ശേഷം ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. കണ്ട് 1 കണ്ട് നമ്മൾ അതിപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുവാണല്ലോ. അത് ഈ മലയാളികളിൽ ലോകത്തുള്ള എല്ലാ മലയാളിയും ആ പ്രഷർ തരും. അതിന് യാതൊരു മാറ്റം ഉണ്ടാവും. അത് അങ്ങനെയാണ് ഒരു സെക്കൻഡ് പാർട്ട് എടുക്കും. ആ പ്രഷർ ഉണ്ട് എല്ലാ പടത്തിനും ഉണ്ടാവും. അതാണ് നിനക്ക് ഏറ്റവും വലിയ അനുഭവം. ഇല്ലാതെ പോയൊരു പടം ആടിരുള്ളൂ, കാര്യം 1 പരാജയമായിരുന്നില്ല. അതുകൊണ്ട് ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നീട് പ്രഷർ ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഉണ്ടാവുക ഇത് പെട്ടെന്ന്. ഫസ്റ്റ് തീരുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചില്ല. ഇത് വാഴ 1 തീരുമ്പോൾ ഒരു സെക്കൻഡ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ആടിന് അതില്ലായിരുന്നു. അതാണ് അതിന്റെ, അത് കറക്റ്റാണ്, അതിന് പ്രഷർ ഇല്ലായിരുന്നു. പക്ഷെ ആട് 3 വന്നപ്പോ പ്രഷർ ഉണ്ട്. അതാണ് എന്റെ വ്യത്യാസം. ദൃശ്യത്തിനുണ്ട്, മോഹിനിയാട്ടത്തിനുണ്ട്. തീർച്ചയായിട്ടും അതെ. ഈ അനുഭവം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അനുഭവങ്ങൾ ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെ പറയാൻ പറ്റുമോ? എവിടെ പറയുന്നത്? നീ വീഡിയോയിൽ പറയോ? നിന്റെ വീഡിയോയില് നിന്റെ മറവി ഒരെണ്ണെങ്കിലും എന്റെ വീഡിയോക്ക് താടാ ഇത്. അതാണോ ഒരെണ്ണെങ്കിലും? നിന്റെ അനുഭവം ഞാൻ വിട്ട്. ഇല്ല, അനുഭവം എന്ന് പറയാനായിട്ട് മൊത്തത്തിൽ ആ സെറ്റ് മൊത്തത്തിൽ ഒരു അടിച്ചുപൊളി സെറ്റായിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്, ഒന്നല്ല ഒത്തിരി ഇൻസിഡന്റുകൾ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇതെല്ലാം ഇവരുടെ ഇൻസ്റ്റയിൽ ഓരോ വരും. നമ്മളപ്പ കണ്ട അങ്ങനെയൊന്നും പ്രേക്ഷകർ ഈ വീഡിയോ കണ്ട് അങ്ങ് ആസ്വദിക്കണ്ട, അല്ല ഉദ്ദേശം. നീ അങ്ങനെയല്ല, ഒന്നായിട്ട് പറയാൻ ഓർത്തെടുക്കാൻ നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഇവരൊക്കെ വലിയ സ്റ്റാറുകൾ എന്ന് വെച്ചാൽ ഇത്ര വർഷങ്ങളായിട്ട് നിൽക്കുക, ഇവരുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. 1ലും അങ്ങനെ ആളുകളുണ്ട്, ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. അവരുടെ മുമ്പിലേക്ക് നമുക്കൊരു പതർച്ച ഉണ്ടാകാറുണ്ട്. ഇല്ല, അങ്ങനെ അതാണ് ഇവിടുത്തെ ഏറ്റവും. അതെ അതെ, അങ്ങനെ ഒരു പതർച്ച അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള അവസരം അവരുടെ സൈഡിൽ ഉണ്ടായിട്ടില്ല. അവരത്രയും ഫ്രീ ആയിട്ടാണ് ഞങ്ങളടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിട്ടില്ല. കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എളുപ്പമാവാണ്. അവരും ആ രീതിക്ക് നമ്മളൊപ്പം നിൽക്കുന്നു. അത്രയും കംഫർട്ട് തരാനായിട്ട് ഞങ്ങൾക്ക് വേറെ കാര്യമില്ല, പതറാനുള്ള സമയമില്ല. സമയം വേണ്ടേ പതറണമെങ്കിൽ? കാരണം അവർക്ക് അവരെ കാര്യങ്ങളിൽ ഒരുപാട് ചെയ്യാനുണ്ട്.
കഥാപാത്രങ്ങളാണ് മാറാൻ, ഡയലോഗ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഹാർഡ് വർക്ക് ഉണ്ട് അവർക്ക്. ഇവര് ഡയലോഗ് പഠിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഇപ്പം നമുക്ക് ഏറ്റവും ഇപ്പൊ അജുവിനും സീനിയറാണ്, സുധീഷേട്ടനൊക്കെ ഡയലോഗ് സുധീഷ് ഡയലോഗ് നോക്കി പഠിക്കുന്നത്, അങ്ങനെ ഒരു മുഹൂർത്തം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ടൈമിങ്? ഞാൻ കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കോമ്പിനേഷൻ ഞാൻ സുധീഷ് ചേട്ടനുമാണ് കുറച്ച് സീനാണ്. അച്ഛനും മകനും അച്ഛനും മോനും അല്ലേ? അപ്പം ചേട്ടൻ കുറച്ചുകൂടെ ഈസി ആയിട്ടാ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്ത് പോകണം. എനിക്ക് കുറച്ചുകൂടെ ടൈം എടുക്കുമായിരിക്കും ചിലപ്പോ. പക്ഷെ ചേട്ടൻ പെട്ടെന്ന് അത് നോക്കിയിട്ട് സീൻ എന്താണ് സവിന്റെ സീൻ എങ്ങനെ ചേട്ടൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഓക്കെ സവിനെ നമുക്ക് പോവാം. ചേട്ടൻ പെട്ടെന്ന് എടുത്തിട്ട് പോകും, ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്കത് കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് നേരം വേണമായിരിക്കും. ചേട്ടൻ പെട്ടെന്ന് ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഇതും ചേട്ടൻ അത് ഉണ്ട്. പക്ഷെ ചേട്ടൻ എൻ്റെ അടുത്ത് അത് കാണിച്ച് ഗളപ്പെട്ടെന്ന് ചെയ്യും അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ ആ രീതിയിൽ നമുക്ക് ആ ഒരു ഫ്രീഡം നമ്മൾ ചെയ്തു പോകാറുണ്ട്. അതാണ് ഇവരുടെ ഒരു റൂട്ട് വേറെ, രീതി വേറെ ആയിരിക്കും. ഇവരൊക്കെ അങ്ങനെ പഠിച്ചു വന്നവരാണല്ലോ. നമ്മൾ പുതിയതായിട്ട് നമ്മൾ റീല് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. നമ്മൾ ഡയലോഗ് പഠിക്കണം, അതിന് ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ ഇവർ നമുക്ക് കൂളാക്കി തരും നമ്മളെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് ഇത്രയും വീഡിയോസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഗുണം ചെയ്തിട്ടുണ്ടാവും അല്ലേ സർ? പിന്നെ തീർച്ചയായിട്ടും, കാരണം ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്, അതാണ് കറക്റ്റ്. എഡിറ്റേഴ്സും ആണ്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം ഇവരോട് പറയുന്നതിന്റെ അങ്ങനത്തെ ഒരു മീറ്റർ തന്നെയാണ്. പക്ഷെ ഇവർ കുറച്ചുകൂടി കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, ഇവർക്ക് അങ്ങനെ സിനിമ ചെയ്തുള്ള പരിചയമില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരിൽ നിന്നും കുറച്ച് പഠിക്കാനും പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലേ? ഓരോ സീൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇവര് ചെയ്യുന്ന കാര്യങ്ങളും ഇവരുടെ റീൽസ് കണ്ടാലും നമുക്ക് കുറെ പഠിക്കാൻ പറ്റില്ലേ. ഒരു എഡിറ്റിങ്, നേരത്തെ അജു പറഞ്ഞ എഡിറ്റിങ്, ഡയറക്ടർ എല്ലാം ഇവർ തന്നെയാണല്ലോ. ആ റീൽസ് വരുമ്പോൾ അതിൽ നമുക്കും കുറച്ച് പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഡയറക്ടർ എന്നല്ലേ നമുക്കും കുറച്ച് അല്ലേ? ഇവരിൽ നിന്ന് എന്താ പഠിച്ചത്? അങ്ങനെയൊന്നും ചെയ്യരുത്. പഠിച്ചതായിരുന്നു ഒരു കാര്യം പറയാമോ? ഇവരുടെ മ്യൂച്വൽ ഒരു ബിഹേവിങ് പാറ്റേൺ മനസ്സിലാവാൻ റീൽസ് ക്യാരക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്റെ ക്യാരക്ടർ ആരെ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത് ഒരു പരിധി വരെ ഒരു വീഡിയോസ് എന്നൊക്കെ ആയിരിക്കില്ലേ? എന്താണ് ഇവരുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അത് നമുക്ക് അത് എന്തായാലും ഓൾറെഡി വീഡിയോസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പിന്നെ അതിന് ശരിക്കും ഇവരുടെ റീല് പരിപാടി വേറെ, സിനിമ ഹ്യൂമർ ഒക്കെ കൂടുതലും. പിന്നെ റീലിനകത്തുള്ള പോലെ ഒരു ഹാഷിർ അവരൊക്കെ വന്ന് അജിനും വിനായകനും ചെറിയ നോട്ടത്തിലും സയൻസിലും ഹാഷിർ ഒരു സാധനം ഇടും. ഈ കുറച്ച് ഫണ്ണി ഫേസസ് റിയാക്ഷൻസ് ഒക്കെ കൂടുതലും അല്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ബാക്കി എല്ലാവരും സട്ടിൽ ഇങ്ങനെ നോക്കിയൊക്കെ നോക്കും. ഒരു ബാലൻസ് വേണം. എല്ലാരും കൂടെ ഫണ്ണി റിയാക്ഷൻ കൊടുത്തോണ്ടിരുന്ന ബോറായി പോകും. ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അത് എനിക്കൊന്ന് ക്യാരക്ടർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കാം എല്ലാരും എന്നൊരു തോന്നൽ ഒരാള് ഈ ക്യാരക്ടർ അദ്ദേഹത്തിനാണ് സൂട്ട്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള അജിന്റെ ചില നോട്ടങ്ങളൊക്കെ ഭയങ്കര എനിക്ക് വീഡിയോ കാണുമ്പോൾ പുള്ളി പറയേണ്ട കാര്യമില്ല, പുള്ളിയുടെ സ്ട്രേഞ്ച് നോട്ടം മതി. ഇപ്പൊ കണ്ടില്ലേ ആ ഇരിപ്പ് നോക്കിയൊന്ന് അതിങ്ങനെ നോക്കിട്ടേ ആ നോട്ടം മാത്രമല്ല ക്വസ്റ്റ്യൻ വരുമെന്ന് ആലോചിച്ചിരിക്കുന്നു. അത് മറ്റേ ക്ലാസ്സിൽ എല്ലാം അറിയുന്ന പോലെ ഇരിക്കുന്നു. എങ്ങനെ പൊതുവെ എങ്ങനെയാണോ? ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. നീ ഒട്ടും കാമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ലല്ലോ അല്ലേ? ആ ക്യാരക്ടർ ഒന്ന് പിടിക്കാം നമുക്ക്. നല്ല ആക്ടറാണ്, നല്ല അടിപൊളി ആക്ടറാണ്. നമുക്കൊന്നും ഇവിടെ ഒരു ക്യാരക്ടർ ആകാം. നമുക്ക് സിനിമ ആക്ഷൻ പറയും, അപ്പൊ നീ ഒന്ന് അഭിനയിക്കുക. നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ടത് നിങ്ങളിൽ ഒന്നും കിട്ടുന്നില്ല. എങ്ങനെയായിരുന്നു ഒന്ന് ലൊക്കേഷനിലൊക്കെ? ലൊക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും പിന്നെ ഒരു ടീം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത്. പിന്നെ നമ്മൾ നാലുപേരും ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു ബോണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു നമുക്ക്. നിങ്ങൾ നാലുപേരുള്ളതുകൊണ്ട് ഇവർക്കൊക്കെ എളുപ്പമായിരുന്നു അല്ലേ? ഫസ്റ്റ് പരിചയപ്പെടുന്നത് പറയും. ഞാനും അച്ഛനും സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള പരിചയമാണ്. സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ ഞാനും അച്ഛനും. പിന്നെ വിനായക് +1 നമ്മളെ സ്കൂളിൽ വന്ന് കയറിയാണ്. പക്ഷെ അന്ന് അത്ര കൂട്ടല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ കൂട്ടിലേക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വീഡിയോ എടുത്ത് തുടങ്ങിയ സമയത്താണ് വിനായകമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആവുന്നത്. ആ സമയത്താണ് പിന്നെ അലൻ പിന്നെ എന്റെ കൂട്ടുകാരനാണ് എന്റെ. അങ്ങനെ പിന്നെ കമ്പനിയായി.
ഇത് ചെയ്തു തുടങ്ങി പിന്നെ നമ്മൾ നല്ല അല്ല ഈ ആ സമയത്ത് നിങ്ങൾ രണ്ടും ആണല്ലോ ഏറ്റവും അടുത്ത കൂട്ടുകാര്. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ടല്ലോ ഓരോ ആളുകൾ വരുന്നത്. ഈ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം ഓരോ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും അല്ലേ? ഓരോ അഭിപ്രായം, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെങ്ങനെ നിങ്ങൾ അല്ല അതെന്ന് വെച്ചാൽ ഒരാളൊരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ അത് അവർ മനസ്സിലാക്കുന്നത് നാളെ ആ ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ കേൾക്കണം. അതുകൊണ്ട് നമ്മൾ 4 പേര് മാറി തിരിഞ്ഞ് പറയുമ്പോൾ ആ രീതിയിൽ കേൾക്കും. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല? പ്രശ്നമുണ്ട്. അത് നമ്മൾ പ്രശ്നം നമ്മൾ തന്നെ പറഞ്ഞ് അങ്ങനെ പോകും. അല്ല എപ്പോഴും ചിരിയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുള്ള ആരിൽ നിന്നായിരിക്കും? സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തർ മാറും. ഇപ്പൊ ഇവിടെ ഇരിക്കണേൽ ഏറ്റവും കൂടുതൽ സിറ്റുവേഷൻ മാറുന്ന ആളാരാ? ഇപ്പൊ അങ്ങനെ ആരും മാറിയിട്ടില്ല. അല്ല അങ്ങനെ മാറിയേക്കണ ആളാരാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ 4 പേരും മാറിയിരിക്കുക. കാര്യം നമ്മൾ റിയലി ഇങ്ങനെയല്ല സംസാരിക്കുന്ന. ഇതിപ്പോ ഒരു പൊതു ഇതായോണ്ട് അങ്ങനെ സംസാരിക്കും, ഇത്രേ ഉള്ളൂ. ഓ, പൊതുവേദിയാണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചൊക്കെ സംസാരിക്കും. ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു രക്ഷയിലോട്ടോ. കിട്ടുമെന്ന് വിചാരിച്ചാ കിട്ടിയില്ലല്ലേ? അല്ല ഇത് ആരാണെന്നൊരു പ്രശ്നം ഒന്ന് ചോദിച്ചു പോവാണെങ്കിൽ. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇതിനകത്ത് ആരാന്ന് ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ പറയാം. ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഒത്തുപോകാൻ, അല്ലാതെ അങ്ങനെയല്ല എന്നൊന്ന് മസൽ പിടിച്ച് പറയുന്ന ഒരാളെ ഞാൻ കാണുന്ന ഇവനെയാണ്. ഈ രണ്ടുപേരിൽ ആരേ ഉള്ളൂ അവിടെ അല്ല, ഈ രണ്ടുപേരിൽ ആരേ ഉള്ളൂ. അല്ല അതാണ് പറഞ്ഞ ചേട്ടാ, നമ്മൾ ഈ സാഹചര്യം അനുസരിച്ചാണ്. ഒരു സാഹചര്യത്തിൽ ഞാനായിരിക്കും, ഞാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചില സാഹചര്യങ്ങൾ അജിനായിരിക്കും, ചില സാഹചര്യം അവൻ. എല്ലാവർക്കും ആ ഒരു ഇതുണ്ട്. അജിൻ അത്ര കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇരിപ്പുണ്ടാവട്ടെ, എനിക്കറിയില്ല. അതല്ല അങ്ങനെയല്ല, അതാണ് കാഴ്ചയിലുണ്ടായിരിക്കും, പക്ഷെ അല്ല നമ്മളെ ഇടയിലുള്ള കാഴ്ചയിൽ മാത്രം അവൻ അത്രേ ഉള്ളു അല്ലേ? അല്ല നമ്മൾ സാധാരണ നമ്മളെ ഇടയിലൊക്കെ നീ എവിടേക്കൊന്ന് ഉറച്ചു നിൽക്കുവോ? അവനിലേക്കൊന്ന് എത്താൻ വേണ്ടിയാ നോക്കണേ. ഓ അങ്ങനെ നേരിട്ട് വെച്ചാ ഉത്തരം തരും. ഈ ലൊക്കേഷനിൽ സുധീഷിന്റെ അടുത്തുനിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയ പാഠം എന്തായിരുന്നു? ഡിസിപ്ലിൻ. ആളാ ചെയ്യുന്ന രീതിയിലും എല്ലാം ഒന്ന് കണ്ടുവയ്ക്കാൻ കൊള്ളാം. നാളെ നമ്മളൊരു സിനിമയിൽ ചെല്ലുമ്പോഴും എങ്ങനെയാണ് അവിടെ നിൽക്കാനുള്ള രീതികൾ, പെരുമാറ്റമൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ്. അജുവിന്റെ അടുത്തുനിന്ന് കുറച്ച് ദിവസമാണ് സീനുണ്ടായിരുന്നു. അതിൽ പഠിച്ചത് ചേട്ടന്റെ ചെറിയ മൈന്യൂട്ടുള്ള എക്സ്പ്രഷൻ ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും അതിൽ നിന്ന് കുറച്ചൊക്കെ പഠിക്കും. ആള് പുതിയ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി പഠിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ ആളിപ്പോ നമ്മളിപ്പോ ഒരു 2-3 പടം കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരാൾ പടത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അവിടുത്തെ എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം, അപ്പൊ ആളെ രീതിയിൽ അത് നമുക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ആള് നമ്മുടെ അടുത്ത് നിൽക്കുന്ന രീതി അനുസരിച്ച്. അതാണ് അജുവിന്റെ അടുത്ത് നിന്ന് കിട്ടിയത്. നല്ല ഉപദേശങ്ങൾ തരാറുണ്ട്. ഉപദേശം തരും അല്ലേ? ചേട്ടൻ അത് തെറ്റിദ്ധരിക്കൂടാ. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ആണ്, കുറച്ച് കടത്തിലൊക്കെ പെട്ടിട്ട് അമ്മനോട് ഞാൻ ചോദിച്ചിരുന്നു ആ സമയത്ത്. പിന്നെ ഇങ്ങനെ ഫോണിൽ തരാം, അത് മറ്റേ കാശ് ഞാൻ യുവമാരത്ത് പറഞ്ഞു നല്ല കാശ് കിട്ടുന്നില്ലേ, ചോദിച്ചു വെച്ചോട്ടോ, വെറുതെ ചെലവാക്കണ്ട. അത് അവൻ നല്ല ഉപദേശമായിട്ട് എടുത്തു. നല്ല കറക്റ്റ് സമയത്താണ് ഇട്ടത്. അല്ല അത് നല്ല ഉപദേശം കേട്ടോ. അജുവൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും പോകുന്നത് കേട്ടോ. അത് അജുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 രൂപ ഇരുന്നാൽ അജു മരുന്ന് വാങ്ങാൻ വെച്ചിരുന്ന പൈസയാണ് നമ്മൾ ചോദിച്ചാൽ ആ പൈസ എടുത്ത് തരും. അത് അജു കൊടുത്ത ഉപദേശം നല്ല തന്നെ അല്ലേ? ഇന്ന് 4 പേര് മെസ്സേജ് അയക്കും ചേട്ടന്, നിങ്ങള് ചേട്ടാ ഓ കറക്റ്റ് പിടിച്ചട്ടോ. മൂഡ് കറക്റ്റ് ആണെങ്കിൽ, വൈബ് കറക്റ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ കാര്യങ്ങൾ വരും അല്ലേ? അത് പറഞ്ഞൻ എന്താ പറയാ, എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒരു ചെറിയ പേടി എന്തോ ഉണ്ട്. നിങ്ങൾ ആക്ച്വലി പണ്ണാണെന്നുള്ള ഒരു മറ്റേ ഇത് കൊളുത്തിവിടുന്ന ആ സ്വഭാവം ഇപ്പൊ ഇല്ലടാ. മറ്റേ അത് ഇവിടുന്ന് പോണ അത് നിർത്തിടാ. ഞാൻ ഇന്നത് ഇവിടത്തെ ഇരിപ്പ് കാരണം ഞാൻ ഒന്നും പിന്നെ ചോദിക്കാത്ത. നിങ്ങൾ സീരിയസിലേക്ക് പോകണം. ഈ സുധീ ഇത്രയും സിനിമകളിൽ എക്സ്പീരിയൻസ്, പല സിനിമയിലും പല ക്യാരക്ടർ ചെയ്തിട്ട് ഇപ്പം ഇതിലേക്ക് അപ്പനായിട്ട് അഭിനയിച്ചു, അങ്ങനെ വ്യത്യാസമായിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് കഥകൾ കേൾക്കാൻ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? നമ്മുടെ പഴയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഈ നമ്മുടെ ഈ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ വെറുതെ ഇരിക്കുന്ന സമയത്ത്? ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം കുറവായിരുന്നു, അതാണ് കാര്യം. സംസാരിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് അല്ലേ?
അതുമല്ല ചേട്ടൻ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴേ നമുക്ക് അങ്ങനെ സംസാരിക്കാനുള്ള മനസ്സിലായി, ചിലപ്പോൾ ആളെ ഏത് രീതിയിൽ നിൽക്കുന്ന അറിയത്തില്ല. അല്ല നോർമലി സംസാരിക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് അറിയാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മളിരുന്ന് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം, സാഹചര്യം സമയം കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. വെറുതെ നിൽക്കാൻ സമ്മതിക്കില്ല അല്ലേ? അതിപ്പോ ഷോർട്ട് ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അപ്പൊ അവർ 2 ചായയൊക്കെ കൊണ്ട് കൊടുക്കും ആൾക്കാർ. അതെ, വെറുതെ തിന്നാലും എന്തെങ്കിലും ഇപ്പൊ ഇവിടെ എന്താ പരിപാടി, എനിക്കൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ നീ ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കും. അതേപോലെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അപ്പം തന്നെ ചെയ്യല്ലേ? ഓ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച പുള്ളിയായിരിക്കും നിങ്ങൾ. ശരിയാ, നിങ്ങളെല്ലാവരും കൂടി സ്നേഹം കൊണ്ടാ. ഓ, ഈ സ്നേഹമല്ലേ, ഈ സ്നേഹമല്ലേ ഇപ്പൊ നീ നിന്റെ മനസ്സിലുള്ളതൊക്കെ നീ ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയണുണ്ട് കേട്ടോ. ഇവനെയും മിണ്ടുന്നുള്ളു, ഇനി ഇവനെ മിണ്ടാക്കല്ലേ. അവനും മിണ്ടുന്നേ. നമ്മൾ ഇരുന്നും ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? നമ്മളായിരുന്നില്ല, നമ്മള് ഇന്റർവ്യൂ നമ്മള് ഇന്റർവ്യൂ കുറെ നാൾക്ക് ശേഷം വാഴയ്ക്ക് ഇപ്പൊ ആദ്യമായിട്ടാണ്, ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം, 4 വർഷത്തിന് ശേഷം ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇപ്പം പടത്തിന് വേണ്ടി അല്ലേ? പക്ഷെ നിങ്ങൾ ഈ കണ്ടന്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ സിനിമയിൽ ഒത്തിരി പ്രതീക്ഷിക്കുന്നു, നിങ്ങളിൽ നിന്നും ഒത്തിരി ഔട്ട്പുട്ട് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഡയറക്ടർ അല്ല, ആ കണ്ടന്റ് കണ്ട് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് അതിലും കൂടുതൽ നിങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 100% ഉണ്ട്. അതാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ ഡയറക്ടർ. അത് അജു നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയല്ലാന്ന്. അല്ല, തീർച്ചയായിട്ടും ഇപ്പം കുറച്ച് ദിവസം കണ്ടതും മുഴുവൻ കണ്ട സവിനും സുധീഷേട്ടനും വിപിൻ സംസാരിച്ചപ്പോഴൊക്കെ ഇവർക്ക് ബേസിക്കലി വളരെ ഹാപ്പിയാണ്. ഇവർക്ക് കിട്ടിയ ഒരു ചാൻസ്, ചെറിയ ചാൻസ് അല്ല. വാഴ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിൽ ഇപ്പം ഒരു ലീഡ് മെയിൻ റോളുകളാണല്ലോ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതെ 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 അതെ. അത് ചെയ്യാൻ കിട്ടുന്ന അവസരം അവർ 100% അവരുടെ എല്ലാ കഴിവും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നിന്ന് കാണുമ്പോഴും നമുക്ക് അതിൽ ടീം വർക്ക് ചെയ്യുമ്പോഴും അറിയാമല്ലോ അവരതിനോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട്. 100%. സിനിമ അഭിനയം ആയതിനു ശേഷം എങ്ങനെയാണ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളോടുള്ളൊരു സിനിമ അഭിനയം? ഇപ്പം നടന്മാരായി മാറിയിരിക്കുകയാണ്, അങ്ങനെ എങ്ങനെ ഇപ്പോഴുള്ള എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാർ അല്ല എങ്കിലും അതിനുശേഷം ഇപ്പൊ സെക്കൻഡാണ് ഒരു സിനിമ രണ്ടാണ് സിനിമാ നടന്മാരായി മാറിയിരിക്കുന്നു. ഭയങ്കര ജാടയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു? നമ്മൾ ഈ റീല് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെ അറിഞ്ഞപ്പോഴേ അപ്പോൾ ആ ഒരു സാധനം തന്നെയാണ് ഈ സിനിമയിൽ നിന്നും കിട്ടുന്നത്. പക്ഷെ നമ്മളെ മീഡിയ മാറി, പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഈ റീലിൽ നിന്ന് കിട്ടാത്ത ഓഡിയൻസിലേക്ക് എത്തി. അതായത് എണ്ണത്തിലല്ല, ഡിഫറൻറ്റ് മനസ്സിലായി. നേരത്തെ പിള്ളേരുടെ ഇടയിലും അല്ലാത്ത കുറച്ച് യുവാക്കളുടെ ഇടയിലാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ വീട്ടുകാരും കൊച്ചു പിള്ളേരുടെ ഇടയിലും കൂടെ എത്താൻ പറ്റി. അതാണ് വ്യത്യാസം. അല്ല നേരത്തെ കിട്ടിക്കൊണ്ട് സിനിമ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്തില്ലായിരുന്നു, ചെയ്ത് പോയപ്പം പയ്യെ അതിലുണ്ടായി. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അതെ, 4 പേരും അങ്ങനെ. വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ട് അതിന്? വീട്ടില് ഒന്ന് അറിയപ്പെട്ടതിന് ശേഷമാണ് വീട്ടിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുശേഷം പിന്നെ വലിയ എതിർപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല സിനിമയിൽ. പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് വാഴ വണ്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു, സന്തോഷമായിരുന്നു. ഇങ്ങനെ തിരഞ്ഞെടുത്തത് തെറ്റിയില്ലെന്നുള്ളൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ആദ്യം പറയാൻ ഒരു മടിയായിരുന്നു അല്ലേ? അതെ അതെ. എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടെ ഒന്ന് കണക്ട് ആവുന്ന ഒരു പരിധി വരെ എത്തി. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സന്തോഷമായിരുന്നു. പിന്നെ ഹാപ്പിയായില്ലേ? പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കോ, സിനിമയെ കുറിച്ച് ചോദിക്കോ? അതല്ലേ, സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അഭിനയിച്ചവരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മുടെ സീനുകളെ കുറിച്ചും നമ്മുടെ കൂടെ അഭിനയിച്ചവരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർ ഹാപ്പി ആവുകയാണ്. അതെ. നീ ഒളിച്ചു വല്ലതും വെച്ചിരുന്നോ എന്റെ ജീവിതത്തിൽ? എങ്ങനെ അല്ല, ഞാൻ എന്താ പറഞ്ഞു വന്നപ്പോ സങ്കടപ്പെടണമെന്ന് ചോദിച്ചാൽ ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. ഇന്ന ആളുകൾ അജുവിന്റെ കൂടെ അഭിനയിച്ചു, സുധീഷിന്റെ കൂടെ അഭിനയിച്ചു, അവരെയൊക്കെ കണ്ട കാലഘട്ടത്തിലാണല്ലോ അവർ പോകുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കറക്റ്റ് അല്ലേ? നീ എങ്ങനെയായിരുന്നു വീട്ടിൽ? ആദ്യം എന്റെ വീട്ടിൽ അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യുന്ന, ജസ്റ്റ് വീഡിയോ എടുക്കുന്നപ്പം ആദ്യം ഞാൻ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അതാണെന്നാണ് വിചാരിച്ചത് കുറച്ച് നാള്. അപ്പൊ എന്റെ വീഡിയോ ഒന്നും അങ്ങനെ വീട്ടുകാരങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഇങ്ങനെ വിപിൻ ചേട്ടൻ വിളിച്ച് പടത്തിലോട്ട് വിളിച്ച് അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം അതിനുശേഷം പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ
തിരിച്ചറിയും. അപ്പൊ ആദ്യം അവർക്ക് മനസ്സിലായില്ല, ആദ്യം വിചാരിച്ച് അറിയാവുന്നവരായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ ഇങ്ങനെ വന്ന് ഓരോരുത്തർ സംസാരിക്കും. ഞാൻ പിന്നെ അങ്ങനെ മനസ്സിലായതാണ്. അതിനുശേഷം പടത്തിലേക്ക് വിളിച്ചു. സന്തോഷം. ആ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് പോകുമ്പോഴായിരിക്കും ഒന്ന് ആരെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത് അല്ലേ? അപ്പം മുൻ പരിചയക്കാരനാണെന്ന് ഓർക്കുവാണ് വീട്ടിൽ. പിന്നീട് മാറ്റിയെടുത്ത് മനസ്സിലായി അല്ലേ? എല്ലാവർക്കും അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലേ? ഇതിലെ ഏറ്റവും വലിയ അനുഭവം ഉള്ളത് നിനക്കാണോ? വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയല്ലോ? എന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര, നമ്മളെ 4 ഒരാൾക്ക് ആ കഥ കിട്ടണം. എല്ലാവരും ഹാപ്പി ലൈഫായി. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഈ നമ്മൾ അറിയിച്ചിട്ടില്ല അവരല്ലേ? അതെ, നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഒരു പകുതി വീഡിയോ ഒക്കെ ചെയ്ത ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് അവർക്ക് ഏകദേശം പിടി കിട്ടിയത്. പിള്ളേരൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്, ആൾക്കാർ അറിയുന്നുണ്ട്. അപ്പം ഞങ്ങളെ ബന്ധുക്കളെ ഒക്കെ കാണുന്നുണ്ടല്ലോ, അപ്പൊ അവരിങ്ങ് വീട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അവരിങ്ങനെ എല്ലാം ഞങ്ങളായിട്ട് അറിയിച്ചിട്ടില്ല, ഫാമിലി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചെടുക്കുമ്പോ അവന്മാര് വീഡിയോ ചെയ്യുന്നുണ്ട്, എന്റെ മക്കളെ ആരാണ്. അപ്പൊ അവര് പ്രൗഡായി, കുറെ ആൾക്കാർ അറിയുന്നുണ്ടെന്നാണ്. സിനിമയിലൂടെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അവർക്ക് എക്സ്ട്രീം ഹാപ്പി. അതീപരം നമ്മളാൽ അവരറിയുന്ന ഇന്ന ആളുടെ മാതാപിതാക്കളല്ലേ എന്നറിയുമ്പോ അവർക്ക് സന്തോഷമാണ്. അതീപരം എന്താ നമ്മുടെ പേരിൽ അവരറിയപ്പെടുന്നു. ഞാൻ അതല്ല ചിരിച്ചോട്ടെ, നീ ഇവിടെ പറയുമ്പോ ഇവന്റെ അല്ലേ? അവിടുന്ന് അതെപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഈ ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിച്ചു. എന്നും നമുക്ക് ഓർത്തു വയ്ക്കാവുന്ന കഥാപാത്രം ഏതെന്ന് വെച്ചാൽ ഏത് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ? അല്ല, അങ്ങനെ കുറെ കഥാപാത്രങ്ങളുണ്ട്. എങ്കിലും ഓർത്തിരിക്കുന്ന ഇപ്പം അല്ല, എല്ലാ കഥാപാത്രങ്ങളും ഒരു ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഓർമ്മയുണ്ട്. പിന്നെ നമ്മളെ ജനങ്ങൾ കാണുമ്പോൾ അവര് സന്തോഷത്തോടുകൂടി ചില കഥാപാത്രങ്ങളെ പറയും. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഏറ്റവും വലിയ ഉദാഹരണം ഏതാണെന്ന് അറിയാലോ, മണിച്ചിത്രത്താഴ് കാണാത്ത ആൾക്കാരില്ല. അല്ല, അത് കേട്ടിട്ടുള്ള സംഭവം അല്ലേ പറയാം. അത് എപ്പോഴും ഫസ്റ്റ് അതാണ്. പക്ഷെ എനിക്ക് മിന്നൽ മുരളിയില്ല ജമ്പ് ഇഷ്ടാട്ടോ. അത് നമ്മള് അതാണല്ലോ നമ്മൾ എടുത്തത് അന്നത്തെ, അതിനെ സ്പൂഫ് ചെയ്തിട്ടാണല്ലോ എടുത്തത്. പക്ഷെ ആ ജമ്പ് അടിപൊളി. ഈ സെക്കൻഡ് പാർട്ടിലേക്ക് സുധീഷ് വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരുന്നു? ആളിലേക്ക് എത്തിയതാണ്. നമ്മള് കുറെ ആൾക്കാരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അല്ല, ഓരോരോ ഇവർക്ക് എല്ലാവർക്കും ഫാമിലീസ് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഓരോരുത്തർ തോന്നുന്നത് എന്താ വെച്ചാല് വേറെ കാര്യം, ഇവനാണ് മകനായിട്ട് അഭിനയിക്കുന്നത്. എന്റെ പഴയ ഒരു കട്ടുപെണ്ണോ സംശയം ഉണ്ട്. പണ്ടത്തെ മുദ്രയിൽ പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു ചെറുതായിട്ട് സംശയം. പുതുമഴയെ പാടിയേ. അയ്യോ, പാടിക്കുന്നേ നീ നന്നായിട്ട് കലോത്സവത്തിനൊക്കെ അന്ന് പാടിക്കുന്നേ. കലോത്സവത്തിന് പാടും. കലോത്സവത്തിന് പിൻ ചെയ്തോ നീ? കലോത്സവത്തിന് പാടിയത് പാട്ട്, ആ പാട്ട് പറഞ്ഞാ നീ ഇപ്പൊ? കലോത്സവത്തിന് ഞാൻ ഇതിൽ വട്ടപ്പാട്ടിലായിരുന്നു. മറ്റേ പാട്ട് ഇന്നലെ പാടാൻ കോപ്പിറൈറ്റ് അടിക്കും ചാനലിന്. അത് കുഴപ്പമില്ല, നമ്മുടെ ചാനലല്ലോ, നിന്റെ അല്ലല്ലോ. അപ്പൊ ഓക്കെ ആണല്ലോ. എനിക്ക് എന്റെ ചാനലല്ല കോപ്പിറൈറ്റ്, മ്യൂസിക് കോപ്പിറൈറ്റ് അടിക്കുന്നു. ചെക്ക് ചെയ്തോ, ശീലമായി, ഓട്ടോമാറ്റിക്കലി വരുന്നത്. കുഴപ്പമില്ല, കോപ്പിറൈറ്റ് ഞാൻ പാടി കോപ്പിറൈറ്റ് ഫയൽ വന്നിട്ട് അവൻ അന്നേ ഞാൻ പാടാം, കുറച്ചേ പാടത്തുള്ളൂ. 4 പേര്. ഓക്കെ, ചിരിക്കല്ലേ. കുഞ്ഞിക്കാവിൽ മേഘ പാടട്ടോ. നീ എന്നെ നോക്കുന്നത് നീ പാടും. ഞാൻ പാടാ കേട്ടാ. കുഞ്ഞിക്കാവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമുന നോക്കുകൊണ്ട് ഇളരും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ പിങ്ങിപ്പിടയാതെ നീ. ഓക്കെ, ഇതൊന്നും ഒരു കോപ്പറേറ്റും വരില്ല കേട്ടോ. കോപ്പറേറ്റ് വരില്ല. ചിരിച്ചു കുറച്ചുകൂടെ നല്ലതായിട്ട് വേണമെങ്കിൽ പാടി തരാം. അല്ല, ഇപ്പോഴല്ല, പിന്നെ നമുക്ക്
എടാ ഇത് മതിടാ, കോപ്പറേറ്റ് എന്തായാലും ഇതിന് വരില്ല. ഇതിന് വരില്ല, ഈ സൗണ്ടിന് വരില്ല. കാരണം എന്താ അറിയോ? ട്യൂണ് മാറ്റിയിട്ട് അവിടെ അതുകൊണ്ട് കോപ്പറേറ്റ് വരില്ല. ഇതൊരു നീ പാട്ടായിട്ട് നന്നാക്കി പാടണം. കരുതില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാരും ക്ഷമിക്കണം. തെറ്റു പറ്റാറുണ്ട്, മനുഷ്യരാണ്. ഇല്ല, നല്ലപോലെ പാടിടാ. നല്ലപോലെ അപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ല വീഡിയോ ചെയ്യുമ്പോൾ ഇവന്റ് പണി കൊടുക്കാറുണ്ടല്ലേ, നല്ലപോലെ ചെയ്തതൊക്കെ പറഞ്ഞ്. അല്ല ആളുടെ ബെസ്റ്റ് പരിപാടികളാണ് പാട്ട് പാടുന്നത്. അതല്ലേ പാടുകയൊക്കെ ചെയ്യുന്നത്. പാട്ടുപാടി ഉറക്കും. ഡയറക്ടർ പറയുന്നുണ്ട് പാട്ടുപാടി നമ്മൾ എല്ലാരും കൂടെ കിടക്കുമ്പോ പാട്ടുപാടി നമ്മൾ ഉറക്കും. നിങ്ങൾ ഉറക്കുന്ന ഇവനാണല്ലേ. എന്തായാലും ഈ വാഴ 2 ഏറ്റവും റിസ്കി ഷോട്ട് ഏതായിരുന്നു എന്ന് പറയാം? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും റിസ്ക് ഫൈറ്റ്. പുള്ളി എല്ലാം പേടിച്ചായിരുന്നു. അത് തീരുന്നവരെ 5 ദിവസം ഉണ്ടായിരുന്നു ഫൈറ്റ്. 5 ദിവസം തീരുന്നവരെ ഞങ്ങൾ അടുത്ത് വന്നിട്ടില്ല. ഫൈറ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കി സീൻ എടുക്കാൻ. നമ്മൾ വേണ്ട ജീവനോട്. അത് ജീവനോടൊപ്പം ഇവര് തുടക്കത്തിൽ കുറച്ച് കണ്ടിന്യൂറ്റി ആയിപ്പോയി. അല്ലെങ്കിൽ മാറ്റാം. അതെ, അത് ലാസ്റ്റ് ഒന്നുമല്ല, തുടക്കം തന്നെ ഫൈറ്റ് ആയിരുന്നു. സ്കൂൾ ഫൈറ്റ് അല്ലേ? സ്കൂൾ ഫൈറ്റ് ഓരോ ഇപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ മോൻ കണ്ട് ഇവരെ റീലൊക്കെ കാണാറുണ്ട്. പുതിയ തലമുറയോട് നമുക്ക് ആരാധന കൂടാറുണ്ട് പല ആളുകളോടും അല്ലേ. അങ്ങനെ ഒരു ആരാധന തോന്നിയ ഏറ്റവും വലിയ കഥാപാത്രം ആരായിരിക്കും? അല്ല, ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കുന്നു, അങ്ങനെ തന്നെ ഉണ്ട്. അതിപ്പോൾ ഒരുവിധം മലയാള സിനിമയിലൊക്കെ ഉള്ള എല്ലാ താരങ്ങളും കഴിവുള്ള ആൾക്കാരാണല്ലോ. പ്രത്യേകിച്ച് ഒരാളെ പേര് പറയാനില്ല. ഇവരാണെങ്കിലും ഇവരുടേതായ കഴിവ്, ഞാനിതിൽ പെർഫോമൻസ് കണ്ടാണ്, നേരിട്ട് കണ്ടതാണ്. പിന്നെ കുറച്ച് ഡബ് ചെയ്യുമ്പോൾ വേറെ സീൻസൊക്കെ കണ്ടു. പിന്നെ എനിക്ക് ഗംഭീര പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഇവരല്ല ഞാൻ സ്ക്രീനിൽ കണ്ടത്. അപ്പം അതുകൊണ്ട് അങ്ങനെ കഴിവുള്ള ആൾക്കാർ ആരാണെങ്കിലും പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അംഗീകരിക്കും. ഇനി സുധീഷ്, ഇനി ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കഥാപാത്രം, ഒത്തിരി കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു കഥാപാത്രം ഏതായിരിക്കും ഇനി മനസ്സിലുള്ള ആഗ്രഹം? പല സിനിമകളും നമ്മൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. ഫ്രഷ് ചോദ്യം അല്ലേ? അതങ്ങനെയല്ല, തമാശ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല. സത്യം പറഞ്ഞാൽ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? ഞാൻ ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ അനിയൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനിയൻ വേഷങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്നൊക്കെ കുറേ കൂട്ടുകാരൻ വേഷം ചെയ്തു. ഇപ്പോഴാണ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. തീവണ്ടി തൊട്ടാണ് അപ്പോൾ ശരിക്കും ഡിഫറെന്റ് ക്യാരക്ടേഴ്സിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. ഇനി കിടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എത്രയോ മനുഷ്യന്റെ അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. അത് പിന്നെ ബോഡി ലാംഗ്വേജിലുള്ള കാര്യത്തിലാണെങ്കിലും അല്ലാതെയും സ്ലാങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെയോ ഡിഫറൻസ് നടക്കുന്നുണ്ട്. മധുവേട്ടന്റെ ഒരു സിനിമ മധുവേട്ടൻ ഡയറക്ട് ചെയ്ത് മഞ്ജുചേച്ചിയുടെ ലളിതം സുന്ദരം, അതിലെ സുധീഷേട്ടന്റെ ക്യാരക്ടർ വളരെ കുറച്ചേ ഉള്ളത്. പക്ഷെ ആ ഡയലോഗ് ഭയങ്കര സർക്കുലേറ്റിംഗ് ആണ്. അതെ അതെ, ഞാനും ബിജു തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം, റിയാക്ഷൻ ഒക്കെ. അവസരങ്ങൾ ഇനിയും കിടക്കുവാണ് അല്ലേ? വേണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഓരോ ഡയറക്ടറും പ്രൊഡ്യൂസർമാരെ വിളിച്ചത്. അത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും നമുക്ക് നിൽക്കാൻ കഴിയുന്നതിന് മാറ്റമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? മണിച്ചിത്ര മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനിയത്തിപ്രാവ്, മുദ്ര, അനിയത്തിപ്രാവ്. എന്നെ അനിയത്തിപ്രാവ് നിങ്ങൾക്കാണ് മുദ്ര. അജു നേരത്തെ പറഞ്ഞത് കുറെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ അനിയെന്ന് ചേട്ടൻ പറഞ്ഞോണ്ട് ഈ വലിയേട്ടല്ല അനിയൻ ഇഷ്ടം. വലിയേട്ടല്ല. അതൊരു എനിക്ക് തോന്നുന്നു ഡിഫറൻസ് പിടിച്ചത് അത് ചേട്ടനാണോ? അതെന്താ സംഭവിച്ചാൽ, അല്ല എന്നെ വിളിച്ച സമയത്ത് രഞ്ജിയേട്ടൻ പറഞ്ഞിരുന്നു ഇതിലിങ്ങനെ ഒരു കഥാപാത്രമാണ്, അപ്പൊ എന്തെങ്കിലും ഒരു മനസ്സിൽ കണ്ടു വെക്കണം എന്ന് പറഞ്ഞു. ഒരു മുടന്ത് കഥാപാത്രമാണല്ലോ. അപ്പൊ മനസ്സിൽ കണ്ട. അപ്പൊ ഞാനിങ്ങനെ നമ്മളെ പല സിനിമകളിലുള്ള ചില കാര്യങ്ങൾ ആലോചിച്ചു. പണ്ട് സിനിമകള്, പിന്നെ ഞാൻ പണ്ടൊരു നാടകത്തിലൊരു വേറെ ഇതുപോലത്തെ കഥാപാത്രം ചെയ്തിരുന്നു, അതിനെ കുറിച്ച് മനസ്സിൽ വെച്ചു. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പരിപാടി ഉണ്ടാക്കി, അത് മനസ്സിൽ വെച്ചു. അപ്പൊ ഞാൻ ലൊക്കേഷനിൽ പോയപ്പോ തന്നെ രഞ്ജിയേട്ടനും ഷാജി സാറൊക്കെ ഇരിക്കുമ്പോ എന്തായി സെറ്റാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടോ നടത്തത്തിന്റെ കാര്യം. ഞാൻ പറഞ്ഞു ഞാൻ 2-3 മനസ്സിൽ, ഈ 3 ഞാൻ കാണിച്ചു കൊടുത്തു. അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി സെലക്ട് ചെയ്തത്. എളുപ്പമല്ല. അങ്ങനെ ആൾക്കാരുണ്ടാവും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാൻ സ്വന്തമായിട്ട് ഉദ്ദേശിച്ചതാണ്. ആളുകളുണ്ടാവും. ഇവൻ പറഞ്ഞ ഓപ്ഷൻ മാറ്റി പറയാം. പറഞ്ഞോ അല്ല, വലിയേട്ടന്റെ കഥാപാത്രം ഭയങ്കര കൈഡി. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും കണ്ട സിനിമകളാണ്. വലിയേട്ടൻ, അനിയത്തിപ്രാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാലേട്ടൻ എല്ലാവരും കണ്ട സിനിമ. മണിച്ചിത്രത്താഴം കുറെ ഉണ്ട്. പക്ഷെ ചില കാണാത്ത ചില നല്ല സിനിമകളുണ്ട്. എനിക്ക് അംഗീകാരം നേടുത്തുന്ന ചില സിനിമകൾ, അതൊക്കെ വളരെ ശക്തമായിട്ടുള്ള എന്നിവർ എന്ന് പറഞ്ഞ സിനിമയിൽ സിദ്ധാർത്ഥ് ശിവയുടെ വളരെ ശക്തമായ ക്യാരക്ടറായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നാട്ടിലുള്ളൊരു നേതാവായിട്ടുള്ള സംഭവം.
അപ്പോൾ അത് വേറെ രീതിയിൽ ആ നേതാവിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു, സിദ്ധാർത്ഥ് ശിവ പറഞ്ഞ രീതിയിൽ. അങ്ങനെ കഥാപാത്രങ്ങളിട്ട്. പിന്നെ വേനൽക്കിനാവ് എന്ന് പറഞ്ഞ സിനിമ KS മാധവൻ സാർ, MT സാറിൻ്റെ സ്ക്രിപ്റ്റ്, അത് ആ കാലം നല്ല പേരുണ്ടായിരുന്നു, പക്ഷെ അതിന് മാത്രം ഓടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ അതൊന്നും ഇവർക്ക് അറിയണ്ടാവില്ല. വേനൽക്കിനാവുള്ളൂ അജു കണ്ടിട്ടില്ല അല്ലേ? അജു കാണാൻ സാധ്യത. ഞാൻ കണ്ടിട്ടില്ല. സേതുമാൻ സാറിന്റെ ടീനേജ് ആ പ്രായത്തിലുള്ള പിന്നെ ചെറുപ്പക്കാരുടെ കഥയാണ്. ഇപ്പൊ മൊത്തം ഞാൻ ഈ അടുത്ത അശോകേട്ടന്റെ ഫസ്റ്റ് സിനിമ കണ്ടത് പെരുവഴിയമ്പല. ഓ ബ്ലാക്ക് ആൻഡ് വൈറ്റാ. ഈ അടുത്ത ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പൊ എത്ര സിനിമയായി? കറക്റ്റ് എണ്ണിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു 200 കൂടുതലൊക്കെ പോയിട്ട് 200 ഉണ്ടാവും. എന്താ അല്ല, എന്തൊരു വലിയൊരു പാഠപുസ്തകമാണ്. പക്ഷെ ആ നിങ്ങളുടെയൊക്കെ കൂടെ ഇവർക്ക് അഭിനയിക്കാൻ പറ്റുന്ന ഇവരുടെ വലിയ ഭാഗ്യമാണ്. അത് നമ്മൾ പറയാൻ പറ്റും. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. നമുക്കും പുതിയ തലമുറ, പുതിയ ആൾക്കാർക്ക് വരുമ്പോ അവരെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലേണിംഗ് ഉണ്ടല്ലോ. പിന്നെ എത്രയോ വലിയ ഡയറക്ടർമാരുടെ അല്ലെ, എത്രയോ ഡയറക്ടർ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. അതും അവിടെയും ഭദ്രമാവുന്നു നമ്മൾ. അത് ഇദ്ദേഹത്തിനും ഭാഗ്യം, നമുക്കും ഭാഗ്യമാണ്. എല്ലാം കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ടെൻഷൻ വേണ്ട, മ്യൂസിക്കിന്റെ കാര്യം എല്ലാം ഓക്കെ ആവും. വാഴ 2 April 2 ദൃശ്യം സിനിമയോടൊപ്പം തന്നെ. തുടക്കത്തിലെ മ്യൂസിക് ഞാനും അതിൽ തന്നെ പിടിച്ച് നിൽക്കുവാണ്. മ്യൂസിക്കിൽ യാതൊരു വിഷയം വരില്ല. ദൃശ്യം 2 സിനിമ 3യുടെ ഒപ്പം തന്നെ വാഴ 2 പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ് അല്ലേ? അല്ല, അങ്ങോട്ട് കാര്യം ചോദിച്ചോ. താങ്കളുടെ പുതിയ അഭിനയം സിനിമ എന്തൊക്കെയാ അത് പറയാം. അജു ആട് 3 ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആട് 3 ഓ മൈ ഗോഡ്. അത് ശരി, അടിപൊളി. നിരത്തി പടങ്ങളാണല്ലോ. ഇവിടെ കയറിയിരിക്കൂ, ഞങ്ങൾ അവിടെ. അല്ല, നമ്മുടെ വിജയബാബു അടുത്ത് താങ്കൾ അഭിനയിച്ചത് ഒരു പടം, നല്ല അഭിപ്രായം താങ്കളെ കുറിച്ച്. അല്ല, മുമ്പ് നല്ല മോശം അഭിപ്രായമാണോ? അല്ലല്ല, മുമ്പ് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അല്ലേ ചെയ്തത്. അപ്പൊ ഏതൊരു പടത്തായാലും പറയുന്ന ഗംഭീരമായിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ പറയുന്ന രീതിക്ക് നിങ്ങളെ റീല് കണ്ടവർ മാത്രമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലോകത്തെ എല്ലാ മലയാളികളും ഏറ്റെടുക്കാൻ പറ്റുന്ന സിനിമയാണ് വാഴ. അതിനൊപ്പം തന്നെ ഇവരെ പോലെയുള്ള വലിയ ആക്ടേഴ്സും ഈ സിനിമയിലുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് ഈ സിനിമ 100ാം ദിവസം ആഘോഷിക്കണം. വാഴ 1 ആഘോഷം പോലെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഓക്കെ അല്ലേ? ഒന്ന് ഹാപ്പി ഒന്ന് പറയൂ. ഇപ്പോഴും മനസ്സ് ഇവിടെ അല്ല, മ്യൂസിക്കിൽ നിൽക്കുകയാണോ അജു? ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് പടത്തിന്റെ ഒരു മാനസികാവസ്ഥ ഇതായിരിക്കുമല്ലോ. കുട്ടി ജനിക്കുന്നതിന്റെ അതെ അതെ. ഇനി എന്തോ നാണമുണ്ട്, അതാണ് 15 ദിവസമേ ഉള്ളൂ. 15 ദിവസം നിർണായക ദിവസങ്ങളാണ് അല്ലേ? മാസത്തിന്റെ 15 ദിവസം എന്ന് വിചാരിച്ചത്. ഏതിന്റെ? കുട്ടി ജനിക്കുന്നതിന്റെ 9. നീ എല്ലാ ഡയലോഗ് എഴുതുന്നെന്ന് മനസ്സിലായി. ആരെങ്കിലും എഴുത്തരം നീ പറയുന്നത് മാത്രം ഇപ്പൊ ഇത് 9 മാസത്തിന്റെ അവസാനം 15 ദിവസങ്ങളിലായിട്ടാണ് ഞങ്ങൾ കണക്കാൻ പോണത്. കുട്ടിയാണ് വാഴ 2 സബിൻസായുടെ കുട്ടി. അത് ഇനി പുതിയ റീൽസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഫേസ്ബുക്കിൽ കുറെ ദിവസമായിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, കുട്ടികളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇല്ല, അത് നമ്മുടെ വേൾഡ് കപ്പ് ഒക്കെ അനുബന്ധിച്ച് വന്ന് നമ്മളുടെ പ്രിയ താരം സഞ്ജു സാംസന്റെ ഒരു ത്വരയിൽ എടുത്തുപോയി. ഇനി കണ്ടിന്യൂ ഇല്ല. ഇനിയില്ല. ബേസിലിനെ വിളിച്ചോ? ബേസിലിനെ വിളിച്ചു, അല്ലാതെ വിളിച്ചു. പോയ വിശേഷം രസമുള്ള വീഡിയോ. ബേസിൽ പോകുന്ന ആ വീഡിയോ ഭയങ്കര രസമായിരുന്നു. അതിന് മെസ്സേജ് അയച്ചായിരുന്നല്ലോ. എന്ത് പറഞ്ഞു ബേസിൽ? നല്ലൊരു അനുഭവമല്ലേ, ടിക്കറ്റ് കാശ് മുതലായി ഇല്ലായിരുന്നെങ്കിൽ. അതെ അതെ, അത് ഭയങ്കര. നമുക്ക് എവരി മലയാളി അല്ലേ, നമുക്ക് ഇന്ന് വരെ നമുക്ക് ഒരു ഓപ്പണർ, ബാറ്റ്സ്മാൻ, മലയാളി ചിന്തിക്കാം. 100% മലയാളി. അങ്ങനെ ഒരു ഓപ്പണറായിട്ടൊക്കെ ഇന്ത്യൻ ടീമിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ സഞ്ജുവിന്റെ കളി കണ്ടിട്ടില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു. പാകിസ്ഥാൻ മാച്ച് തൊട്ട് ഞാൻ ധോണിയുടെ ന്യൂസിലാൻഡിലുള്ള റൺഔട്ടിന് ശേഷം ഞാൻ ക്രിക്കറ്റ് കളി നിർത്തി. വേൾഡ് കപ്പ് 2019 സെമിയിൽ എന്തുള്ളൊരു റൺഔട്ട് ഉണ്ട്, അതിനുശേഷം ഞാൻ നിർത്തി. പിന്നെ ഞാൻ ഒരു പ്രോപ്പർ കളി കാണുന്നത് പാകിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്. അപ്പം എനിക്ക് ഈ സഞ്ജുവിൻ്റെ കളി ഫസ്റ്റ് ടൈമാണ്. അത് എനിക്ക് തോന്നിയൊരു ഇമ്പാക്റ്റ് 2008 ഫസ്റ്റ് ധോണിയുടെ കളി കണ്ടതുപോലെയും, പിന്നെ ഷാർജയിൽ 98 ഡെസേർട്ട് സ്റ്റോം എന്ന് പറഞ്ഞൊരു കളിയുണ്ട് ഷാർജയിൽ, സച്ചിൻ ഷെയ്ൻ വോണിന്റെ ഉറക്കം കളഞ്ഞു, അതുപോലെ എനിക്ക് തോന്നി. അത് ഇനി ഭയങ്കര ബോണസ് ആയിരുന്നു. അതായത് ഇത് വല്ലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ആണത്. 3 കളി അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് ഇല്ല ആക്ച്വലി. തീർച്ചയാണ്, അത് ഉറപ്പാണ്. ക്വാർട്ടറിൽ നിന്ന് 8ൽ നിന്ന് സെമിയിലോട്ട് പോവില്ല,
സെമിയിൽ നിന്ന് ഫൈനലിലോട്ട് പോകില്ല. ഫൈനൽ കിട്ടാനും നമ്മുടെ മാർജിൻ 90-100 റണ്ണല്ലേ. 90 ആ 89 റൺ പുള്ളി എടുത്ത്. അതെ അതെ അതെ. അങ്ങനെ ലോക മലയാളിക്ക് അഭിമാനമായി മാറി ആ ക്രിക്കറ്റ്. അതുപോലെ തന്നെ ലോക മലയാളിക്ക് അഭിമാനമായിട്ട് വാഴിട്ടു. ഓക്കെ, താങ്ക് യു താങ്ക് യു വെരി മച്ച്.